ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഫ്സൊക്കെ പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഒറ്റ മുട്ട വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് മൈദയാണ് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിലും ചെയ്യാം. മൈദ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. പാം ഓയിൽ ആയാലും കുഴപ്പമില്ല. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇത്രയും തന്നെ ഒഴിക്കണം. കാരണം നമുക്കിത് പുട്ട് നനയ്ക്കണ പോലെ നനച്ചെടുക്കാനുള്ളതാണ്. അങ്ങനെ നനച്ച് കിട്ടിയാൽ മാത്രമേ ഇത് ഇത്രയും ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആണോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് നോക്കാം. നല്ലപോലെ നമുക്ക് ലഡു മാതിരി പിടിക്കാൻ പറ്റും. പിന്നെ അതിങ്ങനെ തൊടുമ്പോൾ പൊടിഞ്ഞ് പോവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ചേർത്തിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഓയിൽ നമ്മൾ കൂടുതൽ 2 സ്പൂൺ ചേർക്കണ്ടല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നല്ലപോലെ നമുക്കിനി കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആവണ വരെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് എണ്ണയാക്കിയിട്ട് നമുക്കത് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊന്ന് എടുത്ത് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാം. കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് നമ്മുടെ മസാല ആവുന്നവരെ വെച്ചാൽ മതി. അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു മുട്ടയാണ് വേണ്ടത്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സവാള നിങ്ങൾക്ക് കുറച്ച് വേണ്ടെങ്കിൽ പകുതി സവാള എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നില്ലേ, ഏകദേശം അതേപോലെ തന്നെയാണ്. അപ്പോൾ ഒരു പാനിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഓംലെറ്റ് അല്ല, ശരിക്കും നമ്മളൊരു ബുർജി ഉണ്ടാക്കുന്ന പോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഫില്ലിങ്. ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവ് തന്നെ ഞാൻ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് നന്നായിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ ഒന്ന് ബുർജി ഉണ്ടാക്കുന്ന പോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാവ് ഒന്ന് പരത്തിയെടുക്കണം. മാവ് മൊത്തമായിട്ട് നമ്മൾ ഒരുമിച്ചാണ് പരത്തുന്നത്. ഒരുപാട് തവണയായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എണ്ണ തടവിയിട്ട് അതിൻ്റെ മേലെ പരത്തിയെടുക്കാം, അല്ലെങ്കിൽ പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഈസി എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തില്ല, അതേപോലെ തിക്നെസ്സിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് പരത്തി എടുത്തിട്ട് ഇതിൻ്റെ 4 സൈഡും ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വേണ്ടത്. നമ്മളിങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ സമൂസ ഷീറ്റൊക്കെ പോലെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4 സൈഡും കട്ട് ചെയ്ത് കളയുന്നത്. എന്നിട്ട് നമുക്കതെടുത്ത് മാറ്റാം. ഇനി നമ്മൾ ഇപ്പോൾ ചെയ്തതിനെ നമ്മൾ ഒന്നും കൂടി ഒരു 3 പീസ് ആക്കുന്നുണ്ട്. ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സമൂസ ഷീറ്റിൻ്റെ ആ ഒരു വീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഒരെണ്ണത്തിൽ നമുക്ക് ഇതുപോലെ 3-4 വിധമായിട്ട് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ 4 സൈഡിൽ നമ്മൾ വെള്ളം ഒന്ന് തൊട്ടിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വെള്ളമാക്കി കൊടുക്കാം. നമുക്ക് എന്നാലേ പിന്നെ അടുത്ത ഷീറ്റ് വെച്ച് അത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ സൈഡും വെള്ളമാക്കി കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ മസാലയുടെ ഇടയിലുള്ള ഗ്യാപ്പിലും നമ്മൾ വെള്ളമാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കും ലാസ്റ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത ഷീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മേലയിലൊന്ന് വെച്ചെടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല. ചെറിയ ചെറിയ ബോൾസ് ആക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയറായി കട്ട് ചെയ്തിട്ടും ഇത് ചെയ്തെടുക്കുക. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് വലിച്ചിട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ നടുക്കും വെള്ളമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ തൊടുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടിയിട്ട് കിട്ടും. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ നടുക്കും ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി അവിടെ വെച്ചാണ് നമ്മളിത് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 4 പീസായിട്ട് കിട്ടും. ബാക്കിയുള്ള ഷീറ്റിലും നമ്മൾ അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത ഭാഗത്തൊക്കെ മസാല ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ അത് എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്കൊന്ന് കറക്റ്റായിട്ട് സീലായിട്ട് ഇരിക്കാനായിട്ട് ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. അതുപോലെ നമുക്ക് ഫോർക്ക് അല്ലാതെ ജസ്റ്റ് പിരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 4 സൈഡും നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് 4 സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് തീ കൂട്ടി വെക്കുക. അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് മസാലയൊന്നും വഴറ്റാൻ ഒത്തിരി സമയം ഒന്നും വേണ്ട. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല എന്താ പറയുക, തൊടുമ്പോൾ തന്നെ നമുക്കിങ്ങനെ പഫ്സ് മാതിരി ഉണ്ടാവും. കാരണം നമ്മൾ ആ എണ്ണ ചേർത്ത് കുഴച്ചത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ തന്നെ ചെയ്യണം, എന്നാലേ ഇത്രയും ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അത് അങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും, പെട്ടെന്ന് തണുക്കില്ല. അപ്പോൾ ഇതിവിടെ 2 സൈഡും ഈ ഒരു കളറാകുമ്പോൾ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടൊന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കാണുമ്പോഴും നല്ല ഭംഗിയാണ്, തൊടുമ്പോഴാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവും, പഫ്സ് പോലെ ഇങ്ങനെ പൊടിഞ്ഞു പോണ മാതിരി ഉണ്ടാവും, ക്രിസ്പി ആയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.